നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു വ്യോമാക്രമണമാണ് റഷ്യ ഉക്രൈനിൽ നടത്തിയത്. 120 മിസൈലുകളും 90 ഡ്രോണുകളുമാണ് വിക്ഷേപിച്ചത്. ഇത് കുറഞ്ഞത് 7 പേരെങ്കിലും കൊല്ലപ്പെടുകയും വൈദ്യുതി സംവിധാനത്തിന് ഗുരുതരമായ നാശമുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. റഷ്യ പൂർണ്ണതോതിലുള്ള അധിനിവേശം ആരംഭിച്ച് ഏകദേശം 1000 ദിവസങ്ങളായിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും യുദ്ധമുഖം തുറന്നിരിക്കുകയാണ്. മിസൈൽ ആക്രമണത്തിനിടെ നഗരമധ്യത്തിൽ ശക്തമായ സ്ഫോടന പരമ്പരകൾ തന്നെ ഉണ്ടായി. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുമ്പോൾ യുദ്ധങ്ങൾ അവസാനിപ്പിക്കും എന്ന് കരുതിയിരുന്നപ്പോഴാണ് കൂടുതൽ രാജ്യങ്ങൾ യുദ്ധരംഗത്തേക്ക് ഇപ്പോൾ വരുന്നു എന്ന റിപ്പോർട്ടുകളും വരുന്നത്. റഷ്യ പടിഞ്ഞാറൻ യുക്രൈനിൽ ബാലിസ്റ്റിക് മിസൈൽ അയച്ചത് പോളണ്ടിലാണ് പതിച്ചത്. പോളണ്ട് യുദ്ധമുഖത്തേക്ക് എത്തിയാൽ നേറ്റോ സഖ്യരാജ്യങ്ങൾ നേരിട്ട് ഏറ്റുമുട്ടും എന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഇതിനു മുൻപ് വടക്കൻ പോളണ്ടിൽ US മിസൈൽ വ്യോമ പ്രതിരോധ കേന്ദ്രം തുറന്നിരുന്നു. ബാൾട്ടിക് മേഖലയിൽ ഇത് സംഘർഷത്തിന് സാധ്യതയും ഉണ്ടാക്കി. 24 വർഷമായി നിർമ്മാണത്തിലിരുന്ന ബേസ് ബോൾട്ടിക് തീരത്തിനടുത്ത് റെഡ്സിക്കോവോ പട്ടണത്തിലാണ് വ്യോമ പ്രതിരോധ കേന്ദ്രം തുറന്നത്. റഷ്യയുടെ കാലിനിൻഗ്രാഡ് പ്രതിരോധ കേന്ദ്രത്തിന് 160 കിലോമീറ്റർ അകലെയാണ് ഇത് എന്നതാണ് പ്രതിരോധപരമായ ഒരു പ്രാധാന്യം ഉള്ളത്. വൈറ്റ് ഹൌസിൽ ആരെത്തിയാലും പോളണ്ടും US-ഉമായുള്ള സൗഹൃദം ശക്തമാണ് എന്നതിന്റെ ഉദാഹരണമായിട്ടാണ് പോളണ്ട് സർക്കാർ ബേസിനെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. റഷ്യയുടെ അയൽരാജ്യമായ പോളണ്ട് വ്ളാഡിമിർ പുടിൻ ഭരണകൂടത്തിന്റെ നയങ്ങളോട് കടുത്ത എതിർപ്പുള്ള രാജ്യമാണ്. ട്രംപ് വന്നാൽ US-ന്റെ ശ്രദ്ധ ബാൾട്ടിക്കിൽ കുറയുമോ എന്ന ആശങ്കയ്ക്കിടെയാണ് പുതിയ നീക്കം. 2017 55 രാജ്യങ്ങൾ നടത്തിയ പ്രശസ്തമായ ഗാലപ്പോൾ പ്രകാരം പുടിനെ ഏറ്റവും വെറുക്കുന്ന രാജ്യം പോളണ്ടാണ്. വർഷങ്ങൾക്ക് മുൻപ് പോളണ്ടിന്റെ നേതൃത്വത്തിൽ ഹംഗറി, ചെക്ക് റിപ്പബ്ലിക്, സ്ലോവാക്യ എന്നീ രാജ്യങ്ങൾ റഷ്യൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുടെ യൂറോപ്യൻ നീക്കങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചിരുന്നു. ഇതിനുശേഷം ചാരപ്രവർത്തനം നടത്തിയെന്ന് ആരോപിച്ച് പോളണ്ട് 3 റഷ്യൻ നയതന്ത്രജ്ഞരെയും പുറത്താക്കിയിട്ടുണ്ട്. പോളണ്ടും സോവിയറ്റ് റഷ്യയും തമ്മിലുള്ള പ്രക്ഷുബ്ധമായ ചരിത്രത്തിൽ അത്ര സുഖകരമല്ലാത്ത ഏടുകൾ വളരെ അധികമാണ്. ചരിത്രത്തിൽ ധാരാളം പോളിഷ് റഷ്യൻ യുദ്ധങ്ങളും ഉണ്ടായിട്ടുണ്ട്. ചരിത്രകാലത്ത് ഒരിക്കൽ പോളണ്ട് റഷ്യയിൽ അധിനിവേശം നടത്തി അധികാരം പിടിച്ചെടുത്തിരുന്നു. പിൽക്കാലത്ത് സോവിയറ്റ് യൂണിയൻ രൂപീകരിക്കപ്പെട്ട കാലത്താണ് പോളണ്ടിനുമേൽ റഷ്യയ്ക്ക് ആധിപത്യം ഉണ്ടായിരുന്നത്. അന്നത്തെ ജർമ്മൻ സാമ്രാജ്യവും ലെനിനും തമ്മിൽ ഒപ്പിട്ട ഉടമ്പടി പ്രകാരം പോളണ്ട് ജർമ്മൻ നിയന്ത്രണത്തിലായി. 1918 ജർമ്മൻ സാമ്രാജ്യം തകർന്നതോടെ സ്വതന്ത്രമായ പോളണ്ടിനെ സോവിയറ്റ് യൂണിയൻ ആക്രമിച്ചുവെങ്കിലും വിജയം പോളിഷ് സൈന്യത്തിനായിരുന്നു. പിൽക്കാലത്ത് പല കാര്യങ്ങളിലും സോവിയറ്റ് യൂണിയന് എതിരായി നിന്ന പോളണ്ട് ജോസഫ് സ്റ്റാലിന് കരടായി തന്നെയാണ് നിലനിന്നിരുന്നത്. സോവിയറ്റ് യൂണിയനെതിരായ വിപ്ലവം പ്രോത്സാഹിപ്പിക്കാനായി പോളണ്ട് രഹസ്യ ഏജന്റുകളെ അയച്ചുവെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പോളിഷ് ഓപ്പറേഷൻ എന്ന പേരിൽ സോവിയറ്റ് യൂണിയനിലും സമീപത്തും താമസിച്ച പോളണ്ടുകാരെ കൂട്ടക്കൊല ചെയ്ത സംഭവം ആയിടെയാണ് ഉണ്ടായത്. 2ാം ലോക യുദ്ധകാലത്ത് സ്റ്റാലിന് കീഴിലുള്ള സോവിയറ്റ് സീക്രട്ട് പോലീസ് 22,000 പോളണ്ടുകാരെ വധിച്ച കാറ്റിയൻ സംഭവം, ഇത് പോളണ്ടിൽ വൈകാരികമായ പല കാര്യങ്ങളും ഉണ്ടാക്കിയിരുന്നു. ഈ സംഭവം പോളണ്ട് റഷ്യൻ ബന്ധത്തിൽ ഇന്നും ഒരു കരടായി തന്നെ നിലനിൽക്കുന്നുമുണ്ട്. 1940 സോവിയറ്റ് യൂണിയനും പോളണ്ടും തമ്മിലുള്ള ബന്ധത്തിൽ വളരെ വലിയൊരു വിള്ളൽ ഉണ്ടാക്കാൻ തന്നെ ഈ സംഭവം കാരണമായിട്ടുണ്ട്. പിന്നീട് പോളണ്ടിന്റെ നല്ലൊരു ശതമാനം സ്ഥലങ്ങൾ സ്റ്റാലിന്റെ അധീനതയിലായിരുന്നു. എന്നാൽ 1990കളോടെ പോളിഷ് രാഷ്ട്രീയത്തിൽ സോവിയറ്റ് സ്വാധീനം കുറഞ്ഞു. അപ്പോഴേക്കും സോവിയറ്റ് യൂണിയനും തകർത്തിരുന്നു. പിന്നീട് റഷ്യയും പോളണ്ടുമായുള്ള ബന്ധത്തിൽ ഉയർച്ചകളും താഴ്ചകളും ഉടലെടുത്തിരുന്നു. മലയാളി വാർത്ത ഇൻസൈഡ്.